ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്രണ്ട് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു പ്രാങ്ക് വീഡിയോ ആണ്. അപ്പോൾ ഇതെന്തായാലും പൊളിക്കും ഗൈസ്. അല്ലൂസിന് ഒരു പണിയല്ല. നമ്മൾ കുറച്ച് ദിവസം ഞാൻ അവൾക്ക് ഒരു പ്രാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് സെറ്റ് ചെയ്യാൻ നമുക്ക് അവള് പിന്നെ പഠിപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാങ്ക് കൊടുക്കാൻ സെറ്റാണ്. നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാം. ക്യാമറ ഞാൻ എവിടെയെങ്കിലും സെറ്റ് ചെയ്തൊക്കെ ഞാൻ അങ്ങനെ പരിചയമില്ല, എന്തായാലും ഒന്ന് ചെയ്തൊക്കെ. നമുക്ക് ഒരു വോയിസാണ്, സംഭവമൊന്നുമില്ല, ഒരു വോയിസാണ്. അതിൽ പ്രായത്തിന് നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ചെറിയ ഒരാൾ ഹലോ ഒരു ശബ്ദമില്ലാത്ത ഒരാളിങ്ങനെ വോയിസ് കൊടുക്കുന്ന ഒരു പ്രായത്തിൻ്റെ ശബ്ദം പറ്റും പൊളിക്കും. ഞാൻ കേട്ട് പേടിച്ച് ഇരിക്കണമായിരുന്നു. ഇവിടെ തന്നെ എൻ്റെ ഫ്രണ്ട് അയച്ചു തന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റാവാം. അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ പോകാം. ഞാൻ എന്നെ പിടിച്ച് പുറത്ത് നിർത്തിയിട്ടുണ്ട്, കാരണം അവൾ ഉള്ളിൽ കയറിയെന്ന്. അപ്പോൾ ഞാൻ അവളെ പുറത്ത് നിർത്തിയിട്ടുണ്ട്. ഞാൻ അവളോട് പറഞ്ഞേക്കണം നമ്മൾ ഒരു അടിപൊളി വീഡിയോ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വോയിസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പുറത്ത് നിർത്തി. പിന്നെ ഞാൻ ക്യാമറ വെക്കാൻ ഉദ്ദേശിക്കണത് ആ കർട്ടൻ്റെ അവിടെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഒക്കെ പോവാം. എനിക്ക് നല്ല പേടിയുണ്ട് ക്യാമറ കറക്റ്റായിട്ട് ഇരിക്കുമെന്നൊക്കെ. ക്യാമറ ഇവിടെ വെച്ചിട്ട് നേരെ അങ്ങോട്ട് കാണുന്ന ഒരു രീതിയിലാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അറിഞ്ഞൂടാ കേട്ടോ. വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് എല്ലാം സെറ്റായിട്ടുണ്ടെങ്കിൽ നല്ല പേടിയുണ്ട് കേട്ടോ. അല്ലു അവിടെ നിൽക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം അവളങ്ങനെ ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് പ്രാങ്ക് കൊടുക്കുമ്പോൾ. അതാണ് കുറേ പാളിച്ചൊക്കെ ഇങ്ങോട്ട് വന്നിട്ട്. എന്തായാലും കല്ലിനെ പോയി വിളിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം. അപ്പം പിന്നെ അല്ലുവിന് സിമ്പിളാവുമല്ല. അല്ലുവിന് വോയിസ് ആദ്യം പറഞ്ഞുതരാം. അപ്പം അല്ലുവിന് സിമ്പിളാവും. ഇങ്ങനെ തിരിഞ്ഞിരി, ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇത്തത്തെ അല്ലൂസിന് വോയിസ് കേൾപ്പിച്ചില്ല. അപ്പൊ അല്ലൂന് സിമ്പിൾ ആവുമല്ലോ, നമുക്ക് അപ്പൊ വീഡിയോ എടുക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ ആ വോയിസ് അല്ലൂനെ ശ്രദ്ധിച്ചേക്കണം. അതിലൊരു വേർഡ് പറയും, ബോൾ അല്ലെങ്കിൽ യെല്ലോ കളർ അങ്ങനെ പറയും. അപ്പൊ ആ വോയിസ് അല്ലൂനെ ശ്രദ്ധിച്ചേക്കണം. അതിലെന്ത് വേർഡാണോ പറയണത് അല്ലു അതെന്ത് ചെയ്യണം, പറയണം. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഓണാക്കട്ടെ. എന്തേ ഇതില് പറയും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ വോയിസ് കേൾക്കാം. ആർ യു റെഡി? ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ഒന്നും കേൾക്കാൻ പറ്റില്ല. എനിക്ക് പേടിയുണ്ടാ? ഗോസ്റ്റിനെ പേടിയുണ്ടോ എനിക്ക്? ഉറപ്പല്ലേ? ജസ്റ്റ് ഈ വീഡിയോ കേട്ടോ. എവിടെയാണ് പേടിയൊന്നുമില്ലേടി? അപ്പോൾ ഇത് കൊളായി ഗൈസ്. ഞാന് ഗൈസ് എന്റെ പേടിക്കുന്നൊക്കെ വിചാരിച്ചു കേട്ടാ. ഞാൻ കൂടുതൽ ഓവർ കോൺഫിഡൻസ് കാണിച്ചാണെന്ന് അറിഞ്ഞൂടാ. ഞാൻ ശ്രദ്ധിച്ച് കേൾക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. അവള് ശ്രദ്ധിച്ച് കേട്ടില്ല. നീ ശ്രദ്ധിച്ച് കേട്ടാ പറയും. അതില് പറയണ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. ഈ പറയണ അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കും നമ്മൾ. പെട്ടെന്ന് എനിക്ക് ഈ ഒച്ച കേൾക്കാം. അപ്പൊ പിന്നെ ഞാനേ പേടിച്ച് തൂറി. അതുകൊണ്ട് തൂറിയൊന്നും ഇല്ല, പേടിച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ 100%. അതുകൊണ്ട് എനിക്ക് 100% ഉറപ്പായിരുന്നു അവള് പേടിക്കുന്നത്. ഞാൻ അപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ഇത് വരുന്നു. ഞാൻ മണ്ടിയാല് ഞാൻ എന്റെ ഫ്രണ്ട് അയച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരുണ്ട്. രണ്ടുപേരും പേടിച്ചിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ വെച്ചിട്ട്. അപ്പൊ എനിക്ക് 100% ഉറപ്പായിരുന്നു അവൾ പേടിക്കുന്നു. പേടിച്ചില്ല. നമ്മ ഇനി എന്തെങ്കിലും നമുക്ക് വേറെ ആരെയും കേൾപ്പിക്കാം. എനിക്കൊക്കെ പഠിക്കണം. എനിക്കൊക്കെ പറ്റില്ല. ഉമ്മച്ചിയൊക്കെ പണിയെടുക്കണം. ഡിന്നർ അവരൊക്കെ ഡിന്നർ ഉണ്ടാക്കണം. അപ്പൊ എന്തായിരിക്കും അറിഞ്ഞൂടാ. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ വെച്ച് നമുക്ക് ഇനി അല്ലൂന് എന്തായാലും കിട്ടിനി. പക്ഷെ കുഴപ്പമില്ല, അവൾക്ക് ഒരു പേടിയില്ല കേട്ടോ ഗോസ്റ്റിന്. അത് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഇത് എനിക്ക് പേടിക്കുന്നു, എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഇയാളിങ്ങനെ മന്ദിരിച്ചു തന്നെ ആളിങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് എന്ന് പറയുമ്പോ എല്ലാരും പേടിക്കും. കാരണം അവൾക്ക് ശ്രദ്ധിച്ചിങ്ങനെ ഇരിക്കേ. ഇത് ഇവളെ പേടിച്ചിട്ടാ. ഞാനിപ്പത് ഓക്കെ പറയണല്ലേ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഫീലായിരിക്കുന്നു. അപ്പോൾ ഇനി ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ഇടാട്ടോ. എന്തായാലും പ്രാങ്ക് വീഡിയോസ് നമ്മൾ ഇനി വേണമെങ്കിൽ നിങ്ങൾ വീഡിയോസ് ഇടാം.
എന്താണ് പറ, എന്തെങ്കിലും പറയണം. ഹലോ. എനിക്ക് ക്ലാസ്സിനൊട്ടും പേടിയില്ല. ഇതല്ലെങ്കിലും നല്ല പേടിത്തൂറിയാണ്. അതെ, ഡ്രസ് എല്ലാം മാറ്റാൻ പോയിട്ടുണ്ടെങ്കിൽ എന്നെ മാത്രം വിളിച്ചിട്ട് പോവാളൂ. അപ്പൊ ഇന്ന് ഞങ്ങൾ ഓറഞ്ചിൽ ഡ്രസ്സ് എടുക്കാൻ പോയിരുന്നു. ഷെയറിംഗിലേക്ക് അല്ല, ഈദിന് ഈദിനും ഷെയറിംഗിനൊക്കെ കൂടെ ഒന്നിച്ചെടുത്ത്. അപ്പൊ ആ സമയത്ത് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ട്രയൽ റൂമിൽ ഇങ്ങനെ കണ്ണാടിയുടെ ഇങ്ങനെ ഒരു ഗോസ്റ്റ് കയറിയാണ്. അപ്പൊ എനിക്ക് അത് കണ്ടപ്പോ പെട്ടെന്ന് പേടിയായി. അപ്പൊ പിന്നെ ഞാൻ അല്ലുവിനെ വിളിച്ചിട്ടാണ് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി. അതേപോലത്തെ പോലെ ആയിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് പേടിയായി. അതുകൊണ്ട് തന്നെ ഞാൻ അല്ലുവിനെ വിളിച്ചത്. അതാണ് ഇവിടെ കിടന്ന് പറയുന്നത്. അപ്പൊ ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് വേറെ എന്തെങ്കിലുമൊക്കെ പോയിട്ട്. അതുകൊണ്ട് തന്നെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. പ്ലീസ് പറ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.